ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കപ്പ ഇവിടെ കൊത്തിയരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഇട്ട് വേവിക്കാം. അല്ലാതെ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു കളറും കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അതിലോട്ട് ഞാനൊരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവിക്കാനെടുത്ത് വെച്ച സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതിലോട്ട് ഒരു ചുവന്നുള്ളി, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, 2 അല്ല ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ 3 പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകം, നല്ല ജീരകം, പെരുംജീരകം അല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കരുത്, ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ച കപ്പയിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. 2 വിസിലാണ് കേട്ടോ ഞാൻ വെച്ചത്, ഓരോരുത്തരുടെയും അടുത്തുള്ള കപ്പയുടെ വേവ് അനുസരിച്ച്. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം. അപ്പോൾ ഇനി നമുക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പോരട്ടെ. അപ്പോൾ കടുക് അങ്ങനെ ചിലവറ പൊട്ടുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇടാനായിട്ട് എനിക്ക് പേടി, എപ്പോഴും പൊട്ടി അങ്ങോട്ട് തെറിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് അതിലോട്ടിട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.